പാകിസ്ഥാനിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പീഡനങ്ങളും ദിനംതോറും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആസൂത്രിതമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മതനിന്ദാ കുറ്റങ്ങൾ ചുമത്തി ആളെക്കൂട്ടി ക്രൈസ്തവരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി തുറങ്കിലടക്കുകയും ഏകപക്ഷീയമായി വിചാരണകൾ നടത്തി അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ സാഹചര്യമാണ് ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇതേ രീതിയിൽ മതനിന്ദാപരമായ വാട്സപ്പ് സന്ദേശം ഷെയർ ചെയ്തു എന്ന കാരണം ചുമത്തി 3 വർഷങ്ങൾക്ക് മുമ്പ് തടവിലാക്കിയിരുന്ന ഷഗുഫ്ത കിരൺ എന്ന ക്രിസ്ത്യൻ യുവതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. പ്രവാചകനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നിർവചിക്കുന്ന പാക് പീനൽ കോഡ് ആർട്ടിക്കിൾ 295 പ്രകാരമാണ് മതനിന്ദ ചുമത്തി മുമ്പ് ക്രിസ്ത്യൻ നഴ്സും മിഷണറിയുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 40-കാരിയായ കിരണിനെ കുറ്റക്കാരിയെന്ന് പറഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന പ്രവാചകനിന്ദാപരമെന്ന പോസ്റ്റിന്റെ ഉള്ളടക്കം നോക്കാതെ ഷെയർ ചെയ്ത യുവതിയെ 3 വർഷത്തോളം നീണ്ട വിചാരണയും തടവും 3 ലക്ഷത്തോളം രൂപ പിഴയായും ഈടാക്കിയതിനു ശേഷം ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പ്രസ്തുത കേസിന് ആധാരമായ വാട്സപ്പ് സന്ദേശം എഴുതിയയാളെ ഒന്ന് കണ്ടുപിടിക്കാൻ പോലും പാക് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. കുറ്റകരമെന്ന് പറയപ്പെടുന്ന സന്ദേശത്തിന്റെ സൃഷ്ടാവ് കിരൺ അല്ലെന്നും അത് വായിക്കാതെ ഒരു ഗ്രൂപ്പ് ചാറ്റിൽ ഫോർവേഡ് ചെയ്തതാണെന്നും കിരണിന്റെ അഭിഭാഷകർ വാദിച്ചിട്ടും ആസൂത്രിതമായ നീക്കങ്ങളുടെ ഫലമായി അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. കുടുംബിനിയും 4 കുട്ടികളുടെ അമ്മയുമായ ഷഗുഫ്ത കിരണിനെ 2021 ജൂലൈ 29-നാണ് പാക് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇസ്ലാമാബാദിൽ അറസ്റ്റ് ചെയ്തത്. അവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ അവരുടെ ഭർത്താവിനെയും 2 മക്കളെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. ഈ 3 വർഷത്തോളം അവർ റാവൽപിണ്ടിയിലെ സെൻട്രൽ അഡ്യാല ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിയുകയായിരുന്നു. ഷിറാസ് അഹമ്മദ് ഫാറൂഖി എന്ന വ്യക്തിയാണ് കിരണിനെതിരെയുള്ള ഈ ആസൂത്രിത നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത്. വിധിക്കെതിരെ ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുമെന്നും മതനിന്ദാപരമെന്ന് പറയപ്പെടുന്ന സന്ദേശം എഴുതിയുണ്ടാക്കിയ വ്യക്തി ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അത് ഷെയർ ചെയ്തയാളെ തൂക്കിലേറ്റാൻ പോലും വിധിക്കുന്നത് ശക്തമായ ന്യൂനപക്ഷ അതിക്രമം തന്നെയാണെന്നും ക്രിസ്ത്യാനി ആയതിനാലാണ് ഷഗുഫ്തയെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതെന്നും ബലഹീനരെ ബലിയാടാക്കുന്നത് എളുപ്പമായതിനാലാണ് ഇത് ചെയ്യുന്നതെന്നും കിരണിന്റെ വക്കീൽ പറഞ്ഞു. ഇത്തരത്തിൽ ക്രൈസ്തവരെ മതനിന്ദാപരമായ സാഹചര്യത്തിൽ പെടുത്തിക്കളയുന്ന നീക്കങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിൽ പെരുകുകയാണ്. 2 ദിവസം മുമ്പ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ഉമർകോട്ടിൽ കൻബർ എന്ന ഒരു ഡോക്ടറെ ഇത്തരത്തിൽ വ്യാജമതമെന്ന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ കേസിൽ കസ്റ്റഡിയിലിരിക്കെ പോലീസ് അദ്ദേഹത്തെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരാളും കഴിഞ്ഞ ആഴ്ച തന്നെ മതനിന്ദ ആരോപിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വാർത്തകളൊന്നും ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്തയാക്കാറില്ല എന്നതാണ് സത്യം.